വീഡിയോക്കകത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ MBD പൊക്കാതെ നോക്കണമെന്ന്. നമ്മൾ പോകുന്നതിനെ പറ്റി അപ്പന്റെ അഭിപ്രായം എന്താ? നല്ല കാര്യമല്ലേ, ഞാൻ എന്നാ പറഞ്ഞു ഇങ്ങോട്ട് പോവാൻ. ഒന്ന് ഇറങ്ങി പോവാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഇന്ത്യക്ക് പുറത്തുപോകുമ്പോഴല്ല കേരളത്തിന് പുറത്തുപോകുമ്പോ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരൻ, നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മള് വ്ളോഗ് നമ്മുടെ ട്രിപ്പ് പോകുന്നതിനെ പറ്റിയുള്ള വ്ളോഗ് ആയിരുന്നു അത്. ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ കുഞ്ഞിനെ വെച്ചിട്ട് XUV-ക്കകത്ത് ക്യാരവാൻ ലൈഫ് നടത്താൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത കാര്യം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ട് നടക്കാൻ പോവാ നടക്കാതിരുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും കൂട്ടുകാരൻ, നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ വണ്ടിക്ക് ചെറിയ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കയറ്റിക്കുവാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരൻ, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് പനിയൊക്കെ ആയിരുന്നു. പനിയൊക്കെ മെല്ലെ മെല്ലെ മാറി വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് പനി മാറിയിട്ടാണ് അതിന്റെ ഒരു എന്താണ് പറയാ, ഓഫിലാണോ ഉള്ളത് ശരിക്കും പറഞ്ഞ കുഞ്ഞിപ്പെണ്ണ്. അത് മാത്രമല്ല, വേറെ സംഭവമുണ്ട്. ഇതിന് മുടി ഇങ്ങനെ ഇരിക്കുന്നേ പുതിയ സ്റ്റൈലാ. അത് പുതിയ സ്റ്റൈലുണ്ടല്ലോ, ഇങ്ങനെ ഇരുന്ന് മറ്റേ പൂവൻകോഴീന്റെ ഇതുപോലെ ശരിയായോ? ഇപ്പൊ ശരിയായി. ട്രിപ്പ് നമ്മൾ ഉദ്ദേശിച്ചപ്പോ നമുക്ക് അതുപോലെ നടന്നില്ല. നമ്മൾ വീണ്ടും നമുക്ക് ഉടനെ തന്നെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വരുമ്പോൾ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങളൊക്കെ ഓരോ പണികളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അടുത്ത പണി കിട്ടിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ പൊന്നുവിന് പനി പിടിച്ചിരിക്കുകയാണ്. താങ്ക് യു. നല്ല കിക്കാട്ടോ മറ്റേ ജലദോഷത്തിന്റെ ഇതിന് അല്ലേ, ഞാൻ പിന്നെ ഇങ്ങനെ കിളിവാറി നടക്കുക. അല്ലേലും പിന്നെ കിളിവാറി നടക്കുന്നേ. ഇപ്പൊ അതോടെ കഴിച്ചപ്പോ കുറച്ചുകൂടെ കിളിവാറിട്ടുണ്ട് കേട്ടോ. ഈ പെണ്ണിന്റെ പരിപാടി എന്താ പറയാ, അപ്പൊ പെണ്ണ് ഇവിടെ വന്നിട്ട് ഈ അടുപ്പ് നീ വിറക് എന്തുണ്ടെങ്കില് ചിലപ്പോ വിറകെടുത്ത് അടുപ്പത്ത് വെക്കും, ചിലപ്പോ വിറകെടുത്തിട്ട് താഴെ വെക്കും അടുപ്പത്തുനിന്ന് തീയുള്ള വിറക്. തുള്ളി പോണേ എന്തോ ഒപ്പിക്കാനാണ് കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം നമ്മുടെ മോളിക്കൂട്ടനെ കാണിച്ചിട്ട് ഇതാട്ടെ മോളിക്കൂട്ടൻ കറി വെക്കാനുള്ള എന്റെ ഇതാണ് മോളിക്കൂട്ടൻ. കണ്ടില്ലാത്തവര് കണ്ടോ? കണ്ടില്ലാത്തവര് കണ്ടോ? എന്താ കൈ ഇതാ മമ്മീനെ കാണാൻ കൊറേ പേര് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ അച്ചാറ് മേടിച്ചവർ, ഒരു മിനിറ്റ് അമ്മ പറയട്ടെ, നമ്മൾ അച്ചാറ് മേടിച്ചവരൊക്കെ പറയുന്നുണ്ട് മമ്മീനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കണം എന്നുണ്ട്, അത്രയും ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കൊറേ മെസ്സേജ് വരും. അല്ല സത്യമായിട്ടും എന്റെ പൊന്നെ. അപ്പൊ മോളിക്കൂട്ട, ഞങ്ങള് പോകുന്ന കാര്യം മോളിക്കൂട്ടനോട് ഇന്നലെ പറഞ്ഞില്ലേ? മോളിക്കൂട്ടന് വിശ്വാസമായിരിക്കും. ഞങ്ങള് പോട്ടെ, ഞങ്ങള് പോകുന്നതിൽ ഓക്കെ ആണോ പറ? എന്താ മോളിക്കൂട്ടന്റെ വിഷമാണ് കേട്ടോ. എന്റെ കുഞ്ഞ് ഞാനും വീഴും നീയും വീഴും. അപ്പൊ നമുക്ക് ഞങ്ങള് ഇങ്ങനെ അതിൽ കൂടെ ഒക്കെ പോകുന്ന വീഡിയോയില് കാണാം മോളിക്കൂട്ടന്. മോളിക്കൂട്ടൻ വീഡിയോ അങ്ങനെയൊന്നും കാണാറില്ല, TV ഒന്നും കാണാറില്ല കേട്ടോ. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇനി മൂവ് ചെയ്യാനായിട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം മൈൻഡ് കൊണ്ട് സെറ്റായി, എല്ലാം കൊണ്ട് സെറ്റായി. നമ്മുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം, നമുക്ക് വണ്ടിയുണ്ട്, നമ്മുടെ മേലെ വെക്കുന്ന ബാഗുണ്ട്, ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഉള്ളത് വേണ്ടത് ബഡ്ജറ്റാണ്. അപ്പൊ ബഡ്ജറ്റ് എപ്പോൾ ആവുന്നോ അപ്പൊ നമ്മൾ പോകും. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ MBD പൊക്കാതെ നോക്കണമെന്ന്. നമ്മൾ MBD പൊക്കാൻ മാത്രം നമ്മൾ വലിയ മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ നമ്മുടെ വണ്ടിക്കകത്ത് ചെയ്യുന്നില്ല കേട്ടോ. മോഡിഫിക്കേഷൻ ഒന്നുമില്ല. നമ്മുടെ വണ്ടിക്കകത്ത് ആപ്പാടും ഉണ്ടാവും, നമ്മുടെ ചാനലിന്റെ പേര് മാത്രം ഓക്കെ പൊന്മണിന്ന്. അത് ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ടാവും, ബാക്കിൽ ഒട്ടിക്കണം. വേണ്ട നിയമം തെറ്റിച്ചിട്ടുള്ള ഒരു കാര്യത്തിനും സഞ്ജുട്ടേക്ക് പോയ പോലെ. നീ സേഫാ, നിനക്ക് പോവാൻ ലൈസൻസ് ഇല്ലല്ലോ. എരിക്കട്ടെ കൊച്ചിഞ്ഞേ, മെല്ലെ 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 കൈന് എവിടെയെങ്കിലും ഉണ്ടെങ്കില് കൈന്ന് വിളിക്കുമ്പോ കൈ വിളിയേക്കുന്നേ. അവിടെ മൂളിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ട്രിപ്പ് പോകുമ്പോ ഇനി പണ്ടത്തെ പോലെ നമ്മള് UK ക്യാരവാൻ ലൈഫ് ചെയ്തപ്പോ കൊണ്ടുവരുന്ന ഫുഡൊക്കെ ഓർക്കുന്നുണ്ടോ? അതുപോലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ചെയ്യണ്ടേ. അവിടെ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ അങ്ങനെ പോർക്കും ബീഫൊന്നും തിന്നാൻ പറ്റില്ലല്ലോ. അതെന്നാ തിന്നാൻ പറ്റാത്തെ? തിന്നാൻ പറ്റുമോ? പിന്നെ നീ ഇപ്പൊ തിന്നുന്ന എന്താ? എടാ ഇവിടെ തിന്നാടാ. യാത്ര പോകുമ്പോ തിന്നാല് അങ്ങനെയുണ്ട്, ചിലവര് കഴിക്കൂലല്ലോ. പിന്നെ അങ്ങനെ ചിലര് കഴിക്കില്ല, അങ്ങനെ ചില സ്ഥലത്ത് ചെല്ലുമ്പോ കഴിക്കടാ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, ഇന്ത്യക്ക് പുറത്തുപോകുമ്പോഴല്ല കേരളത്തിന് പുറത്തുപോകുമ്പോ. ശരിക്കും ഇതൊക്കെ എങ്ങോട്ടാ തന്നെ പോകുന്നത് ഐഡിയ ഇല്ല കേട്ടോ. അല്ല കൂട്ടുകാര്, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോ അല്ല ബീഫ്
പന്നി അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് കഴിക്കും? നമ്മൾ അന്ന് നമ്മൾ അവിടെ ആയിരുന്നപ്പോ നമ്മൾ UK-ലായിരുന്നപ്പോ നമ്മള് കാരമൽ ലൈഫ് ചെയ്തോണ്ടിരുന്ന സമയത്ത് നമ്മൾ കഴിച്ചോണ്ടിരുന്ന നമ്മുടെ പോർക്ക് വെക്കും, നാരങ്ങച്ചാറും കഞ്ഞിയും ഉപ്പില്ലാത്ത ബ്രെഡും പോർക്കും. 2 മണിക്ക് എണീക്കും, എന്നിട്ട് പോർക്ക് വെക്കുന്ന ദിവസം ഉറക്കല്ല 2. എന്നാ പോർക്ക് എന്ന് പറഞ്ഞപ്പോ പെണ്ണിനെ ഇതായല്ലോ. പെണ്ണ് ഭയങ്കര ഇഷ്ടാട്ടോ. പിന്നെ നാണ വന്ന കൊച്ചിന് അന്ന് കള്ളം വന്നൊക്കെ ഓർക്കുന്നുണ്ടോ? നമ്മുടെ കാരവാനില് കള്ളം വന്ന് ഓർക്കുന്നുണ്ടോ? ഇത്തവണ വരുവോ? അതെന്താ കേരളത്തിൽ അങ്ങനെ കള്ളന്മാരില്ലാന്ന് തോന്നുന്നു അല്ലേ? അല്ലേ, അറിയാവുന്ന ഭാഷയല്ല, ഞാൻ ഇടിക്കും. നീ ഇപ്പളെ അനുസരണയില്ലാന്ന് പറഞ്ഞു കേട്ടോ. എന്താടാ നോക്കിയോ മോനെ, നിന്നെ തന്നെ ഇടിക്കും തിരിച്ച്. പറമ്പ് കാണോ പപ്പാ, കണ്ടോ എന്റെ പച്ചക്കറിത്തോട്ടം എങ്ങനെയുണ്ട് പപ്പേ? നമ്മൾ ട്രിപ്പ് പോവാ. ഞങ്ങള് കുഞ്ഞിപ്പെണ്ണയും കൊണ്ട് പോവാ അപ്പേ വണ്ടിക്കകത്ത്. സങ്കടമൊന്നുമില്ലേ? വണ്ടി ഏതിനാണ് നന്നാക്കാനൊക്കെ കൊടുത്തേ. നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ വരെ എത്തി. ഞങ്ങൾ പോകുന്നതിനെ പറ്റി അപ്പന്റെ അഭിപ്രായം എന്താ? നല്ല കാര്യമല്ലേ, ഞാൻ എന്താ പറഞ്ഞു ഇങ്ങോട്ട് പോവാൻ. ഒന്ന് ഇറങ്ങി പോവാൻ വിട്ടു പോകാൻ പറഞ്ഞത് എത്ര ദൂരം ചാടുന്നു. പെണ്ണ് ചാടിപ്പോട്ടോ. ഞാനില്ല പെണ്ണ് പപ്പേന്റെ അടുത്തേക്ക്. അവളാ റോസാപ്പൂക്കളെല്ലാം കണ്ടോ? എന്റെ റോസാപ്പൂക്കളൊക്കെ കണ്ടോ? പുതിയ റോസാപ്പൂക്കൾ കാണിച്ചു തരാം. പുതിയ റോസാപ്പൂക്കളൊക്കെ വിരിഞ്ഞിട്ടോ. വേറെ 2 സാധനങ്ങൾ നട്ടിട്ടുണ്ട്. ഇത് എന്തായിരുന്നു? ഇതെന്തായിരുന്നു? സപ്പോട്ട. അതിന്റെ പേര് പോലും അറിയില്ല. അതിന് നട്ടതാരാ? നീയല്ല, ഞാന് ഞാൻ കുഴിയെടുത്ത് നീ വെച്ചു. എന്റെ പൊന്നു, ഞാൻ മണ്ടത്തരം പറയല്ലേ. ഇതെന്താ? അത് ചതുരനെല്ലിക്കാന്നൊക്കെ പറയത്തില്ലേ, ആ നെല്ലിക്കാണ്ടോ ഇത്. പിന്നെ ഇത് നമ്മുടെ മാവ്. ഇത് നമ്മുടെ മാങ്ങ. പിന്നെ ഇത് തന്നെ കുറച്ച് കുഞ്ഞു തോട്ടങ്ങള്. ഇത് ബെക്കു തിന്ന ചെടി. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ട് നമ്മള് പരിസ്ഥിതി ദിനത്തിന്റെ അന്ന് നമ്മള് ഒരു തൈ നട്ടിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ചക്കേന്റെ തൈ അല്ല, ബ്ലോക്ക് പ്ലാവിന്റെ തൈ. മറ്റേ കുരുവില്ലാത്ത ചക്ക എന്ന് പറഞ്ഞിട്ട് നമ്മള് കുഞ്ഞിപ്പെണ്ണും കൂടെ തൈ നടിപ്പിച്ചിട്ടില്ലായിരുന്നു. അന്നത്തെ ബ്ലോഗിലുണ്ടായിരുന്നു. അതിന്റെ കോല ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഞെട്ടരുത്. കണ്ടോ, നമ്മൾ ഇവിടെയാണ് നട്ടത്. ഇതാണ് ആ പ്ലാവ് കേട്ടോ. എങ്ങനെയുണ്ട്? ഇതെന്ത് പറ്റിയതാന്ന് നിങ്ങക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്? ബാക്കി കാണിച്ചു തരാം. അതിന്റെ ബാക്കി വേറൊരു പീസ് ഇവിടെ കിടക്കുന്നു. വേറൊരു വലിയ പീസ് എന്ത് കാണിച്ചേ? പ്ലാവ് വലുതാകുമ്പോ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ അതില് ഇതിനകത്ത് തൈ ഒന്നും ഊരി കളയാണ്ട് വെച്ചിരുന്ന കേട്ടോ. കണ്ടോ, ഇതാണ് കൂട്ടുകാരെ ആ പീസ്. ഇത് എന്ത് പറ്റിയതാണെന്ന് അറിയാമോ? അതിന്റെ ഉത്തരവാദി വേറെ ആരും അല്ല, നാടെ കൂട്ടി കിടക്കുന്ന ബെക്കുവാണ് കേട്ടോ. കണ്ടോ, നടക്കുന്ന സുന്ദര കില്ലാടി. ഞാനിത് എടുത്തോണ്ട് വന്നപ്പോഴേക്കും അവൻ മനസ്സിലായി. അവന് തല്ല് കിട്ടുന്ന നോക്കണേ. പ്ലാവേലയൊക്കെ തിന്നുന്ന പട്ടിക്കുട്ടി തിന്നേ. പ്ലാവ് മരം അവൻ തിന്നു. പക്ഷെ എന്താ ചെയ്തെന്നറിയോ? അവൻ അതും കൊണ്ട് ധൈര്യശാലിയായിട്ട് അടുക്കള വന്ന് കാണിച്ചു തരുവാ, കടിച്ചോണ്ട് വന്നിട്ട്. പന്നിയൊക്കെ വന്നിട്ട് കുത്തിയിടുന്നത് കടിച്ച് ചവച്ച് ഇവനായിട്ട് എടുത്തോണ്ട് അടുക്കള വശത്ത് വന്ന് കൊണ്ടുവന്നിട്ടോ, അത് പുറകുവശത്തേക്ക് കൊണ്ടുവന്നു. അടിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ വഴക്ക് പറഞ്ഞേരം അതിൽ നിന്ന് ഒരു കമ്പ് ഒടിച്ചോണ്ട് പോയിട്ടാണ് ആ വാഷിംഗ് മെഷീന്റെ അവിടെ കൊണ്ടിട്ട് തിന്നത്. ഇല തിന്നുവാ. തൊണ്ടി മുതലോടെ പൊക്കിയതാട്ടോ കള്ളനെ. അവന്റെ നോട്ടം തന്നെ കണ്ടോ? ഇനി ഇറങ്ങി വാടാ. അവനാകെ വിഷമാടാ. ഇങ്ങ് വാടാ, വാ, നിനക്ക് ചക്ക തന്നെ. വാടാ, ഇറങ്ങി വാ. വരില്ല, അവന് മനസ്സിലായി. പക്ഷെ ബക്കുവിന് ഭയങ്കര വിഷമാട്ടോ ഇന്ന്. അവന് ഭയങ്കര അതുകൊണ്ടല്ല വിഷമം. കൈ വിളിക്കുന്നുണ്ട്. ലേബർ റൂമിൽ കൂട്ടുകാരെ റൈന പ്രസവിക്കാനായിട്ട് പുറകില് നമ്മുടെ ഒരു വിറകുവരയുണ്ട്. വിറകുവരന്റെ ഉള്ളിൽ അടി കയറി കുഴിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ വിഷമത്തില നമ്മുടെ ബെക്കു. റൈന കൂടെ ഇല്ലല്ലോ, കൂട്ടിനാണ് ആരും ഇല്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്നതിന് മാനസിക സംഘർഷത്തെ അവൻ ചെയ്തു പോയതായിരിക്കും ഇതൊക്കെ. സ്ട്രെസ് ആയിരിക്കും. സ്ട്രെസ് മാറ്റാൻ വേണ്ടിയൊക്കെ അച്ഛന്റെ രോദനം.
അച്ഛന്റെ രോദനം. എന്റെ മോനെ, എന്റെ മോനെ ബെക്കൂന് പിള്ളേര് വരുമല്ലോ, ബെഗായിന് ബെക്കൂന് പിള്ളേരെ പിള്ളേരുടെ കൂടെ ബെക്ക് ഇങ്ങനെ മുട്ടനാടിനെ പോലെ തുള്ളി 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 പോകും, തുള്ളി 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 പോകും. പപ്പേനെ ബനിയൻ ഇടാണ്ട് കണ്ടിട്ടുണ്ട്, കൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. പപ്പേന്റെ പൊക്കളിലിട്ടിട്ട് ഈ തളയ്ക്കവള്. അപ്പൊ കൂട്ടുകാരെ കണ്ടില്ലേ, നമ്മുടെ കാർ പോർച്ച് കാലിയെ കിടക്കുക, നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കിടക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വണ്ടി എപ്പോൾ ഒന്ന് സെറ്റായി കിട്ടുന്നോ, നമ്മുടെ ഫ്യൂല് കറക്റ്റായിട്ടല്ല കാണിക്കുന്നത്. അപ്പോൾ മീറ്ററൊക്കെ സെറ്റാക്കി നമ്മുടെ ടാങ്കൊക്കെ ഊരി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി കിട്ടിയിട്ട് വേണം നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബഡ്ജറ്റും കൂടെ സെറ്റാക്കിയിട്ട് അപ്പോൾ ഉടനെ തന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കൂട്ടുകാരെ. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. ഓക്കേ, 1 മണി. ടാറ്റാ.